ഹലോ നമസ്കാരം. ഹൊലാവിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓസ്ട്രേലിയയിലെ ഏറ്റവും ബെസ്റ്റ് റീജിയണൽ ഏരിയാസ് ഏതാണ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റീജിയണൽ ഏരിയാസ് ഏതൊക്കെയാണ് എന്നാണ്. സോ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ആദ്യം തന്നെ റീജിയണൽ ഏരിയ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാം. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 റീജിയണൽ ഏരിയാസ് ആയിട്ട് ഓസ്ട്രേലിയ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറി 2, കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ റീജിയണൽ സിറ്റി, കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ റീജിയണൽ ഏരിയാസ്. അപ്പോൾ ഈ 2 and 3 പറയുന്ന ഏരിയാസിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് അഡീഷണലായിട്ട് 1 year കിട്ടും. അത് മാത്രമല്ല, നമുക്ക് PR അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോയിന്റ് ടെസ്റ്റ് ആണല്ലോ ഓസ്ട്രേലിയയിലെ PR സിസ്റ്റം. 5 പോയിന്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് കാറ്റഗറി 2ലും 3ലും പഠിക്കുന്നവർക്ക്. കാറ്റഗറി 1 നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് 2 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. മാസ്റ്റേഴ്സ് ആണെങ്കിൽ 3 years കിട്ടും. ഇനി കാറ്റഗറി 2 പഠിക്കുന്നതെങ്കിൽ ബാച്ചിലേഴ്സിന് 3 years, മാസ്റ്റേഴ്സിന് 4 years ആണ്. കാറ്റഗറി 3 ആണെങ്കിലോ ബാച്ചിലേഴ്സിന് 4 years, മാസ്റ്റേഴ്സിന് 5 years. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് മാത്രമാണ് ഈ മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് എക്സ്ട്രാ 1 year കിട്ടുന്നത്. അതായത് 3, 4, 5 എന്നുള്ള അഡീഷണൽ സ്റ്റേ ബാക്ക്. ബാച്ചിലേഴ്സിന് 2 ആണ്, 3 ആണ്, 4 ആണ്. മാസ്റ്റേഴ്സിന് 3 ആണ്, 4 ആണ്, 5 ആണ്, ബേസ്ഡ് ഓൺ കാറ്റഗറി 1, 2 and 3. അപ്പോൾ അത് ഇന്ത്യൻ സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്നതാണ്. ഇത് ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ട് നടത്തിയ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഡീഷണൽ 1 year മാസ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ഇനി ബാച്ചിലേഴ്സ് പഠിക്കുന്നവർക്ക് സ്റ്റെം സബ്ജക്ട്സിലാണ് പഠിക്കുന്നതെങ്കിൽ, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയാണെങ്കിൽ ഈ മാസ്റ്റേഴ്സുകാർക്ക് കിട്ടുന്ന പോലെ തന്നെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ബാച്ചിലേഴ്സുകാർക്കും. കാറ്റഗറി 1 വരുന്ന സിറ്റീസാണ് സിഡ്നി, മെൽബൺ ആൻഡ് ബ്രിസ്ബെയിൻ. കാറ്റഗറി 2 റീജിയണൽ ഏരിയസിൽ വരുന്നതാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മൊത്തം കാറ്റഗറി 2 ആണ്. അതുപോലെ സൗത്ത് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള കാൻബറ, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, ഇതെല്ലാം കാറ്റഗറി 2 വരുന്നതാണ്. ഇത് കൂടാണ്ട് വോളോങ്ങോങ്, ഗോൾഡ് കോസ്റ്റ്, അതുപോലെ തന്നെ ന്യൂകാസിൽ, ടസ്മാനിയയിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ടസ്മാനിയ ഇരിക്കുന്ന സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാം കാറ്റഗറി 2 വരുന്നതാണ്. ഇനി കാറ്റഗറി 3 എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡിജിറ്റൽ ലൊക്കേഷനാണ്. ശരിക്കും റീജിയണൽ ഏരിയ എന്ന് വേണേൽ പറയാം. ഡാർവിൻ, നോർത്തേൺ ടെറിട്ടറിയിലെ ഡാർവിൻ, നോർത്തേൺ ടെറിട്ടറി മൊത്തം കാറ്റഗറി 3 ആണ്. അതുപോലെ തന്നെ വാഗ, ബെൻഡിഗോ, ഇതെല്ലാം കാറ്റഗറി 3 വരുന്ന ഏരിയസാണ്. എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇപ്പോൾ റീജിയണൽ ഏരിയാസിലൊക്കെ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, പാർട്ട് ടൈം ജോബിനൊക്കെ എങ്ങനെയായിരിക്കും സാധ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ സിഡ്നിയിലാണ്, കാറ്റഗറി 1 ആണ്. പക്ഷെ നമ്മൾ റീജിയണൽ ഏരിയാസിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറി 2 പോകുമ്പോൾ ശരിക്കും അത് റീജിയണൽ ഏരിയ ആണെന്ന് തോന്നത്തില്ല. സിറ്റി ഏരിയ പോലെ തന്നെ പോപ്പുലേഷൻ കുറച്ച് കുറവായിട്ടുള്ള പോലെ നമുക്ക് തോന്നുകയുള്ളൂ. അതേസമയം കാറ്റഗറി 3 പോയി കഴിഞ്ഞാൽ ശരിക്കും ഒറ്റ മനുഷ്യനും കാണത്തില്ല. ശരിക്കും നമുക്ക് ഒരു വിജനമായിട്ടുള്ള കുറച്ചുകൂടെ ഏകാന്തതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കാറ്റഗറി 2 നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാറൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എളുപ്പമായിരിക്കും. കാരണം ദൂരെ കൂടുതലുണ്ട്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ സിറ്റീസിലെ പോലെ എപ്പോഴും അങ്ങനെ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. സോ അവിടെ പഠിക്കുന്ന കുട്ടികൾ പറയുന്ന കാര്യമാണ്, വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് കാര്യം. ഇനി കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കേരളത്തിൻ്റെ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ. നമ്മുടെ നാട്ടിലെ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇനി കാറ്റഗറി 2 സ്ഥലങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോട്ടയം പോലത്തെ ഇടത്തരം സിറ്റി. കാറ്റഗറി 3 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വയനാട് പോലത്തെ സ്ഥലങ്ങൾ കാറ്റഗറി 3 എക്സാമ്പിൾസ്. നമ്മൾ റീജിയണൽ ഏരിയയിൽ പഠിക്കാൻ വന്നു, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് മാറിയാൽ, ജോലിക്കൊക്കെ വേണ്ടിയിട്ട് അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ അഡീഷണൽ സ്റ്റേ ബാക്ക് കിട്ടുമോ, സ്ഥിരമുള്ള സംശയമാണ്. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത്, 2 വർഷം നിങ്ങൾ എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ പോയിന്റ്സും അഡീഷണൽ ഇയർ സ്റ്റേ ബാക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മേജർ സിറ്റീസിലേക്ക് മാറിയാലൊന്നും ഒരു പ്രശ്നമില്ല. പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒത്തിരി പേർക്ക് ഡൗട്ട് കാണും. ഈ കാറ്റഗറി 1, 2, 3 ഇച്ചിരിയുടെ റീജിയണൽ ഏരിയാസിൽ പോയാൽ നമുക്ക് അത്രയും പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട്. കൃത്യമായിട്ട് അതിനൊരു ആൻസർ പറയാം. കാറ്റഗറി 1 സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നല്ലപോലെ ഉണ്ട്. എന്ന് വെച്ചാൽ ജോലി കിട്ടാതിരിക്കാൻ ഭയങ്കര പാടാണ്. എന്നാൽ കാറ്റഗറി 2 സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ കാറ്റഗറി 2 പോകുമ്പോൾ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ കാറുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാറ്റഗറി 1 കാറ് വേണമെന്നില്ല, അല്ലാതെ ഈസി ആയിട്ട് ജോലി കിട്ടും. പക്ഷേ കാറ്റഗറി 2 സ്ഥലങ്ങളിൽ ഒരു കാറുള്ളതും കാറിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതും നല്ലതാണ്. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് മേഖലകൾ ലൈക്ക് IT, അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുന്നവരോട് കാറ്റഗറി 2 ചൂസ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാറുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് കൂടി എടുത്തിട്ട് പോവുക. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ആഫ്റ്റർ സർവീസ് ടീം അതിനും അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ് ആവേണ്ടത്, പിന്നെ അതിനെ റെഫർ ചെയ്യേണ്ട യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും വിടുന്നത്.
അപ്പോൾ കാറ്റഗറി 2-ലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി കുറവാണ്. കാറ്റഗറി 3-യിൽ അതിനേക്കാളേറെ പാടാണ്. അവിടെ ഹോസ്പിറ്റാലിറ്റി ജോബ്സ്, ചിലപ്പം ഫാസ്റ്റ് ഫുഡ് ചെയിന്, പിന്നെ ഏജ് കെയർ ഡിസബിലിറ്റി ജോബ്സൊക്കെ ആയിരിക്കും കാറ്റഗറി 3 ഏരിയാസിൽ കിട്ടുന്ന. കാറ്റഗറി 2-നേക്കാളും കുറച്ചുകൂടെ പാടാണ്, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റ് 3 പോലത്തെ പ്രോഗ്രാംസ് ചെയ്തിട്ട് പോകുന്ന വഴി നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറ്റും. സർട്ടിഫിക്കറ്റ് 3 ഇൻഡിവിജ്വൽ കെയർ ഏജിങ് ആൻഡ് ഡിസബിലിറ്റി പ്രോഗ്രാം വേണ്ടവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർ കാറ്റഗറി 2-3 ഏരിയാസിലൊക്കെ പോകുന്നവർ ഇതൂടെ ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ റീജിയണൽ ഏരിയാസിൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ലിവിങ് കോസ്റ്റ് കുറച്ചുകൂടെ കുറവായിരിക്കത്തില്ലേ, അത്യാവശ്യം നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരു കണക്കിന് ശരിയാണ്. ഈ റെൻ്റൊക്കെ നമുക്ക് അക്കോമഡേഷൻ അത്യാവശ്യം ചീപ്പായിട്ട് തന്നെ കിട്ടും. ചീപ്പെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം വരും. പക്ഷേ എന്നാലും നമ്മുടെ സിഡ്നിയിൽ നമ്മൾ അതേ സെയിം റെൻറ്റിന് ചിലപ്പോൾ ഒരു 1 BHK ആയിരിക്കും കിട്ടുന്നത്. അതേസമയം ഒരു റീജിയണൽ ഏരിയയിൽ നമുക്ക് കൊട്ടാരം പോലത്തെ വീട്ടിൽ താമസിക്കാം. വീട് മേടിക്കുന്ന കാര്യം എല്ലാം കൂടെ ചേർത്തിട്ടാണ് പറയണത്. അതേസമയം ഗ്രോസറിക്ക് ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ സിറ്റിയിൽ, അതായത് സിഡ്നിയിലൊക്കെ അത്യാവശ്യം വില കുറവാണ്. റീജിയണൽ ഏരിയസ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗ്രോസറീസിലൊക്കെ കുറച്ചുകൂടെ വില കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ സിറ്റീസിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബോറടിക്കത്തൊന്നുമില്ല, കാരണം ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേസമയം റീജിയണൽ ഏരിയ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാറ്റഗറി 2 ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല, കുറച്ചൊക്കെ ബോറടിക്കും. കാറ്റഗറി 3-ലാകുമ്പോഴത്തേക്കും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടെ ഇടയ്ക്കൊക്കെ നമ്മൾ വീക്കെൻഡ്സിലൊക്കെ ഇവിടെ അടുത്തുള്ള ഓരോ റീജിയണൽ ഏരിയസിൽ പോകാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളിവിടെ നൗറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ റീജിയണൽ ഏരിയയാണ്, ഒറ്റ കുഞ്ഞുങ്ങളില്ല, നമ്മൾ മാത്രമുള്ള ഏരിയയിൽ ഒരു ചെറിയൊരു വില്ലേജാണ്, നമ്മൾ മാത്രമുള്ളൂ. അപ്പം നമുക്ക് കുറച്ചൊരു ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ റീജിയണൽ ഏരിയ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3-നെ പറ്റിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സോ ദിസ് ഇസ് ജസ്വിൻ ആൻഡ് Jess signing out from Hola Well YouTube channel.